ചില വീടുകളിൽ ആദ്യത്തെ കുട്ടി പെങ്കൊച്ച്, രണ്ടാമത്തെ പെങ്കൊച്ച്, മൂന്നാമത്തേതും പെങ്കൊച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്ത്രീയെ അവർ അടിച്ച്. ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൽ പോയ പെൺകുട്ടികൾ വളരെ ചുരുക്കമായിരുന്നു. നമ്മൾ ഒന്നിച്ച് സ്വല്പം സമയം ചെലവഴിക്കണമെന്ന് ഇന്നത് മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നില്ല. ആ ഒരു പൊതുവെ ഒരു അകൽച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമ്മൾ അത് കണ്ടാലല്ലേ ഈ കുട്ടികൾ പഠിക്കുകയുള്ളൂ. പള്ളി നടക്കുന്നത് കണ്ട് അവർ പഠിക്കാൻ പോകുന്നില്ല, പക്ഷേ കുടുംബത്തിൽ നടക്കുന്നത് കണ്ട് അവർ പഠിക്കും. ഇപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, അടുത്ത തലമുറയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തലമുറ നമ്മൾ അവർക്ക് എന്താണ് കൈമാറുന്നത്, നമ്മളവരെ എന്താണ് കാണിക്കുന്നത്, നമ്മളവരെ എന്താണ് പഠിപ്പിക്കുന്നവരെ പഠിക്കാൻ പോകുന്നില്ല. എല്ലാ ഞായറാഴ്ച ഒരാൾ പള്ളി വന്നില്ലെങ്കിൽ ആ മനുഷ്യനോ അല്ലെ ആ സ്ത്രീ ഒരു ക്രിസ്ത്യാനി അല്ല. ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ട ഒരു സമയമായി. നമ്മളെല്ലാവരും പറയുന്നത് കേട്ട് ചാടാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ചാടിക്കൊണ്ടിരിക്കും. അവസാനം ഒരിടത്തും എത്താതെ നമ്മളും അടുത്തു പോകും. ഈ സഭ എന്ന് പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് സഭയുടെയും ക്വാളിറ്റി. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. സഭ നിങ്ങളാണ്, നിങ്ങളുടേതാണ്, നിങ്ങളുടെ കയ്യിലാണ്. പിതാവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ പിതാവിൻ്റെ ഒരു പ്രയോഗത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, സ്ത്രീകളെക്കുറിച്ചുള്ളത്. മിറക്കിൾ വർക്കേഴ്സ് എന്നുള്ളൊരു പ്രയോഗം. അപ്പോൾ സ്ത്രീകൾ ഒരു കെട്ടിടത്തെ വീടാക്കി, ഒരു ഹോമാക്കി മാറ്റുന്നു, ഹൗസിനെ ഹോമാക്കി മാറ്റുന്നു എന്നൊരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക്, അൽമായരായ സ്ത്രീകൾക്ക് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മുന്നേറ്റത്തിൽ പങ്കുവഹിക്കാൻ പറ്റുന്നത്? പിതാവിൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കിപ്പം സഭയെപ്പറ്റി പറയാൻ സാധിക്കത്തില്ല, പക്ഷേ അരുണാചലിനെ പറ്റി എനിക്ക് പറയാൻ സാധിക്കും. അതെനിക്ക് തോന്നുന്നത് അതിലൊരു 80% എല്ലായിടത്തും നടപ്പാക്കാൻ സാധിക്കും. അവിടെ നിന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൽ പോയ പെൺകുട്ടികൾ വളരെ ചുരുക്കമായിരുന്നു. അവർ ഗ്രാമത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കുട്ടികളെ നോക്കുക, പണിയെടുക്കുക, അങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞ് ആൾക്കാർ മനസ്സിലിപ്പോൾ ഇന്ന് എല്ലാ വീട്ടിലെയും പെൺപിള്ളേരാണ് ഏറ്റവും മുമ്പിൽ എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ അവിടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില വീടുകളിൽ ആദ്യത്തെ കുട്ടി പെങ്കൊച്ച്, രണ്ടാമത്തെ പെങ്കൊച്ച്, മൂന്നാമത്തേതും പെങ്കൊച്ച്. അപ്പോൾ ആ വീട്ടിൽ ഭയങ്കര കലാപമുണ്ടായിട്ടുണ്ട്. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്ത്രീയെ അവർ അടിച്ച് നിൻ്റെ കുറ്റം. അപ്പോൾ ഞാൻ എല്ലാവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ യാതൊരു ബോധമില്ലാതെ പണി ചെയ്യരുത്. ഇത് 50% നിങ്ങളുടെയും കൂടെ തെറ്റാണ്. അപ്പോൾ അത് ഇപ്പോൾ ആർക്കും അതിനെപ്പറ്റി ഒരു പ്രശ്നവുമില്ല. അവർ കുട്ടികളെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അവർക്ക് പെൺപിള്ളേരോട് കൂടുതൽ താല്പര്യമുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള. പിന്നെ നമ്മുടെ സഭയുടെ ജോലിയിലും ഈ സ്ത്രീകൾ വളരെ മുമ്പോട്ടാണ്. അവർ യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു, നയിക്കുന്നു, അതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നമുക്ക് ദൈവവിളി കുറയുന്നു, അല്ലെങ്കിൽ ഒരു എണ്ണം അല്ലെ പുരോഹിതനാകാനും സിസ്റ്ററാകാനും ഒക്കെ ആൾക്കാർ പോകുന്നില്ല എന്നൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പിതാവ് അതിൻ്റെ ഒരു കാരണം എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇപ്പം അരുണാചലിനെ പറ്റി പറയുമ്പോൾ അതില്ല. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവിടെ നിന്നാണ്, ഇപ്പോൾ മണിപ്പൂർ, അരുണാചൽ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ സന്യാസത്തിലേക്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പണ്ടൊക്കെ ഈ രൂപം തുടങ്ങുമ്പോൾ അങ്ങോട്ടൊന്നും വരാൻ യാതൊരു താല്പര്യവും കാണിക്കാന്ന് വെച്ചാൽ അന്ന് അവിടെ മൊബൈലോ റോഡോ ഒന്നുമില്ല. ആ സിസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ ലൈൻ നിൽക്കുകയാണ് അവിടെ ഒരു സെൻറ്റർ തുറക്കുന്നതിനായിട്ട്. കാരണം അവിടുന്ന് കുട്ടികൾ ഇപ്പോൾ ഇഷ്ടംപോലെ ചേരുന്നുണ്ട്. പക്ഷേ പൊതുവേ ഇതില്ലാത്തതിൻ്റെ എൻ്റെ ഒരു വിശ്വാസം ഇതാണ്. ചിലർ പറയും വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ സഭ എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഭയങ്കര ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആത്മീയത വളരെ കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്കൂളുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിൽ 100% ഫസ്റ്റ് ഡിവിഷൻ വേണം. അതുപോലെ എല്ലാ മേഖലയിലും നമ്മൾ ഏറ്റവും മുമ്പിൽ നിൽക്കണം. അതാണ് ഭൗതികതയിലേക്ക് കുറച്ച് പോകുന്നു. അതുകൊണ്ട് ആത്മീയതയിൽ നമ്മൾ സ്വല്പം വഴി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ മാറി. അതുകൊണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.
ഇപ്പോൾ വാസ്തവത്തിൽ കുടുംബങ്ങളാണല്ലോ വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടത്തേണ്ടത്. അപ്പം ഈ കുടുംബങ്ങൾക്ക് പിതാവ് കൊടുക്കുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? ഈ ഒരു ചുറ്റുപാടിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് കുടുംബത്തോട് പറയേണ്ടത് വളരെ സ്പഷ്ടമായിട്ട് പോപ്പ് ഫ്രാൻസിസ് പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ച് സ്വല്പം സമയം ചെലവഴിക്കണമെന്ന്. ഇന്നത് മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാരണമെന്നാണ് എൻ്റെ ബോധ്യം. പ്രാർത്ഥിക്കുന്ന കാര്യമേ വേണ്ടണ്ട, പക്ഷെ എല്ലാവരും കൂടെ ഒന്നിരിക്കുന്ന ഒരവസരം വളരെ കുറവാണ്. എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളുമുണ്ട്, പക്ഷെ അത് ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും ഒരു ബോധ്യവും. അതങ്ങനെ പോകുന്നിടത്തോളം കാലം നമുക്ക് നമ്മളെ ദൈവത്തിൽ നിന്ന് മാത്രമല്ല സഭയിൽ നിന്നല്ല എല്ലാവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത് കാരണവന്മാർ തന്നെ വയസ്സായവർ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ. ആ ഒരു പൊതുവെ ഒരു അകൽച്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. പുതിയ സിനഡ് തന്നെ ഒരുപക്ഷെ സിനഡാത്മകതയ്ക്ക് വേണ്ടി എന്നുള്ളൊരു വിഷയം, കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത പ്രവർത്തനം, വാസ്തവത്തിൽ ഇത് കുടുംബങ്ങളിലാണ് ശരിക്കും ആരംഭിക്കേണ്ടത് അല്ലേ? കേൾക്കേണ്ടതും എല്ലാവരെയും നമ്മൾ കണ്ടാലല്ലേ ഈ കുട്ടികൾ പഠിക്കുകയുള്ളൂ. പള്ളി നടക്കുന്നത് കണ്ട് അവർ പഠിക്കാൻ പോകുന്നില്ല, പക്ഷേ കുടുംബത്തിൽ നടക്കുന്നത് കണ്ട് അവർ പഠിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ പറയും, പിതാവേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമാണ്, അടുത്ത തലമുറയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തലമുറ നമ്മൾ അവർക്ക് എന്താണ് കൈമാറുന്നത്, നമ്മളവരെ എന്താണ് കാണിക്കുന്നത്, നമ്മളവരെ എന്താണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നവർ പഠിക്കാൻ പോകുന്നില്ല, പറയുന്നവർ കേൾക്കാൻ പോകുന്നില്ല, പക്ഷേ അവർ കാണുന്നുണ്ട്. അതെന്താണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ഈ തലമുറ ശരിയായാൽ തീർച്ചയായിട്ടും അടുത്ത തലമുറ ശരിയാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ചില കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. അതായത് എല്ലാ ഞായറാഴ്ച ഒരാൾ പള്ളി വന്നില്ലെങ്കിൽ ആ മനുഷ്യനോ അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു ക്രിസ്ത്യാനി അല്ല, അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനി, അതൊക്കെ ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ട ഒരു സമയമായി. കാരണം ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ പ്രഷറുണ്ട്. അതനുസരിച്ച് ചിലപ്പോൾ അവർ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിരുന്നു വരാം, പക്ഷെ അതിനെ നമ്മൾ ആ ഒരു ദിവസത്തെ ആബ്സെൻസിനെ വലിയ പാപമാക്കി മാറ്റാതെ അവർ വരുന്ന ബാക്കി 3 ഞായറാഴ്ച ഒരു നല്ല കാര്യമായിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അന്നേരം അവർക്ക് കൂടുതൽ ഒരു ചേർത്ത് നിർത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് തന്നെ മാറ്റി നിർത്താതെ. ഞാൻ ഒരു ദിവസം അവിടെ പോകാഞ്ഞത് മറ്റുള്ളവർക്ക് ഒരു ലോസായിട്ട് അവർക്ക് തോന്നി. അപ്പം പിന്നെ വരാനുള്ള ഒരു ഇത് വരും. ആ ഫെമിലിയാരിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇന്നത്തെ യുവജനങ്ങൾക്ക് പിതാവിന് നൽകാനുള്ള സന്ദേശം എന്താണ്? എനിക്ക് ഒറ്റക്കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ യുവജനങ്ങൾ പള്ളിയിലോ സഭയിലോ ഓരോ സാഹചര്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരല്ല, ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു പ്രദർശനമോ സംഘടിപ്പിക്കുന്നവരല്ല. ഈ സഭ എന്ന് പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് സഭയുടെയും ക്വാളിറ്റി. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. സഭ നിങ്ങളാണ്, നിങ്ങളുടേതാണ്, നിങ്ങളുടെ കയ്യിലാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് ഏറ്റവും പ്രചോദനാത്മകമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ പിതാവ് നൽകിയിരിക്കുന്നത്. വാസ്തവത്തിൽ സഭ അവരുടെ കൈകളിലൂടെയാണ് വളരേണ്ടത്. മനോഹരമായൊരു സന്ദേശമായിരുന്നു. ഇപ്പോൾ പിതാവ് വൈദികനായിരുന്നപ്പോൾ PK എന്ന പേരിൽ അറിയപ്പെട്ട് കുറേ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിപ്പോഴും ആളുകൾ PK എന്നാണ് പറയുന്നത്. വെച്ചാൽ പണ്ട് നമ്മുടെ ഇവിടെ വീട്ടുപേര് ചേർത്ത് ഒരു സർട്ടിഫിക്കറ്റുകളൊന്നും എല്ലാവരും ഒരു ഇനിഷ്യലാണല്ലോ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ സകല സർട്ടിഫിക്കറ്റും PK എന്നാണ്. അവന് സ്കൂൾ അവിടെ കോളേജിൽ പോയതും എല്ലാ ഡോക്യുമെൻസും. പിന്നെ ഈ വീട്ടുപേര് ചേർക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പാസ്പോർട്ടിലൊക്കെ നമ്മൾ പുതിയ അഫിദാവിത്തൊക്കെ ഉണ്ടാക്കി ഈ പള്ളിപ്പറമ്പിൽ നിന്നുള്ള ഇത് വെക്കാൻ കാരണം. അല്ലെങ്കിൽ ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ നല്ലൊരു ശതമാനം പേർക്ക് ഈ പള്ളിപ്പറമ്പിൽ എന്ന് ഉച്ചരിക്കാൻ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരിപ്പോഴും PK എന്നേ പറയത്തുള്ളൂ. അപ്പം അവിടെ എങ്ങനെ നമ്മുടെ ഇവിടെ നാട്ടിലുള്ളതുപോലെ ഈ ഇടവകകൾ തോറുമുള്ള പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കൂട്ടായ്മകൾ കുദാശാനുഷ്ഠാനം അല്ലാതെ ഉണ്ടോ? ഉണ്ട്. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിൽ പറയുന്നത് സ്മോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ്. അതായത് ഒരു 5-6 വീട്ടുകാർ ഒന്നിച്ച് അവിടെ ബൈബിൾ വായിക്കുന്നു. ആ ബൈബിൾ അവർ വായിച്ചതിനെ പറ്റി അവർ ഷെയർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു ബൈബിളിലെ ഒരു പാസേജ് വായിച്ചാൽ എനിക്ക് കിട്ടുന്ന അനുഭവം ആയിരിക്കത്തില്ല ടീച്ചറിന് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു 5 കുടുംബക്കാരുണ്ടെങ്കിൽ 5 പേരും അത് ഷെയർ ചെയ്യുന്നു. പിന്നെ അത് നയിക്കുന്നയാൾ അതിൻ്റെ വേറൊരു ഇതോട് കൂട്ടി അവസാനം അവർ കൊന്ത ചൊല്ലിയിട്ട് പിരിഞ്ഞു പോകുന്നു.
ചില വീടുകളിൽ അവർക്ക് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചില വീടുകളിൽ അവരെല്ലാവർക്കും വൈകുന്നേരത്തെ ആഹാരം കൊടുക്കും, അല്ലെങ്കിൽ ചിലർ ചായ കൊടുക്കും. അങ്ങനെ കഴിഞ്ഞ ഒരു നല്ലൊരു കൂട്ടായ്മയായിട്ട് പോകുന്നു. അവിടെ ഇപ്പോൾ എത്ര പുരോഹിതർ അല്ലെങ്കിൽ സന്യാസിനിമാരൊക്കെ സേവനം ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഡയസിസ് അച്ഛന്മാരായിട്ട് 33 പേരുണ്ട്. പിന്നെ ഓരോ സഭകളിലും എല്ലാം കൂടെ സഭകളിൽ പെട്ട 98 പേര്. അപ്പോൾ ഈ 33ഉം 98ഉമാണ് വൈദികരുടേത്. 158 സിസ്റ്റേഴ്സുണ്ട്. പിതാവിന് ഒരിക്കലും ഒരു അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരു ഭാരത് ഗൗരവ്. അത് രാജസ്ഥാനിലുള്ള ഒരു NGO ആണ്. പക്ഷേ അവർ ഇൻ്റർനാഷണലായിട്ട് അവരുടെ പരിപാടികൾ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺസ്, ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ്, അയർലൻഡിലെ പാർലമെൻറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2018 എന്നാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന സേവനങ്ങളെ പറ്റി അതെങ്ങനെയും അവർ അതിനെപ്പറ്റി വായിച്ചു. അതങ്ങനെയാണ് അത് നടത്തുന്നത്. ഈ യുവജനങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പങ്കാളിത്തമുള്ളത്? യുവജനങ്ങളൊക്കെ വിശ്വാസത്തിൽ, നമ്മുടെ ഇപ്പം നാട്ടിലൊക്കെ കോവിഡ് കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പോയതുകൊണ്ടോ ഒക്കെ നമ്മുടെ യൂത്ത് അത്രയും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് കുറച്ചൊരു പുറകോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു മന്ദത ഉണ്ടാകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അവിടുത്തെ യുവജനങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഇതുവരെ അവർ വളരെ ചേർന്നാണ്. അത് ഇപ്പോഴും അവരുടെ സഹപാഠികളോട് അവരുടെ വിശ്വാസത്തെപ്പറ്റി പറയുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഈ കോളേജിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്നോട് വന്ന് പറയുന്നുണ്ട്, ബിഷപ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിശ്വാസം സ്വീകരിക്കണമെന്ന്. ഇപ്പം നീ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അവർ വരുന്നു, വിശ്വാസം സ്വീകരിക്കുന്നു. പക്ഷെ അത് ഇവർ വിശ്വസിക്കുന്ന ഒരു ഇതാണ്, നമ്മുടെ ഒരു വിളക്ക് കത്തുന്നു. ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം നാൾ നമ്മളത് വേറൊരു വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അത് ചുമ്മാ കിട്ടുപോവുകയുള്ളൂ. അതാണ് അവരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് അവർ ആ വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും യുവജനങ്ങളാണല്ലോ വാസ്തവത്തിൽ അടുത്ത ഒരു കാലഘട്ടത്തിൽ സഭയെ നയിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ ഒരു തീക്ഷ്ണതയുണ്ടായാൽ തീർച്ചയായിട്ടും സഭ മുന്നോട്ട് പോകും എന്നത് സംശയമില്ല. അതുപോലെ തന്നെ ഇപ്പം അങ്ങ് മലമുകളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ അവിടുത്തെ കർണന്മാർ ഇപ്പോഴും എന്നാ പറയുന്നത്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഇപ്പോൾ അവിടുത്തെ ഓരോ ഗ്രാമത്തിലും പള്ളികളുടെ 25ാം ആനിവേഴ്സറി ഒക്കെ ആയിക്കൊണ്ട് 50 ഒരിടത്തും ആയിട്ടില്ല, പക്ഷേ 25ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ഈ യുവജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം കണക്ക് വെച്ച് നമുക്ക് 22 ജൂബിലി, 23 ജൂബിലി എന്നൊക്കെ പൊതുവേ ആസൂത്രണം ചെയ്ത് ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഇത് എല്ലാം ചെയ്യുന്നത്. അതുപോലെ ഈ നമ്മൾ പ്രാർത്ഥനാ പുസ്തകങ്ങളും പാട്ടുപുസ്തകങ്ങളും ഒക്കെ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനും അവരുടെ. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ, ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് പിതാവ് സേവനം ചെയ്യുന്നുണ്ട്. അത് 1992 മുതൽ തുടങ്ങിയതാണ്. ആദ്യമേ ഒരു ബിഷപ്പാണ് എപ്പോഴും ചെയർമാൻ. ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നത് 1992 മുതൽ 2005 വരെ. 6 ചെയർമാനായി. അതിപ്പോഴും അതുപോലെ യൂത്ത് കമ്മീഷൻ്റെയും ചെയർമാനായിട്ടാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. പിതാവ്, ഇപ്പോഴത്തെ നമ്മുടെ ഒരുപക്ഷെ സഭയുടെ പല പ്രവർത്തനങ്ങളും തമസ്കരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്രമാത്രം വിലമതിക്കപ്പെടുന്നില്ല. അതിന് കാരണം എന്തെങ്കിലും പിതാവിന് കാണുന്നുണ്ടോ? വ്യാഖ്യാനിക്കപ്പെടുന്നതിന് അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും വിഷമിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ 2 പേരുണ്ടെങ്കിൽ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. 3 പേരുണ്ടെങ്കിൽ അത് 3 ആകും. നമുക്ക് നമ്മുടേതായ ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ ഒരു വിശ്വാസം വേണം, ആത്മധൈര്യം വേണം. ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നത് ശരിയാണ്. പിന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളും എല്ലാം മറ്റുള്ളവർ പറയും. ഒരു നല്ലൊരു ശതമാനം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അതിന് വില കൊടുക്കുകയോ ചെയ്യാതെ നമ്മുടെ ധൈര്യത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. നമ്മളെല്ലാവരും പറയുന്നത് കേട്ട് ചാടാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ചാടിക്കൊണ്ടിരിക്കും. അവസാനം ഒരിടത്തും എത്താതെ നമ്മൾ മടുത്തു പോകും, മറ്റുള്ളവർ ഇതായിട്ടിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഈശോയുടെ സമയത്ത് തന്നെ എന്തുമാത്രം വ്യാഖ്യാനങ്ങൾ നടന്നു. ഈവൻ ചെകുത്താൻ്റെ പിശാചിൻ്റെ രാജാവിനെ കൊണ്ടാണ് മറ്റുള്ള പിശാചിനെ പിടിപ്പിക്കുന്നത് എന്ന് പോലും അന്ന് അവർ പറഞ്ഞു. പക്ഷേ ഈശോ ഇത്ര ചോദ്യം ചോദിച്ചുള്ളൂ, ഞാനങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അതുപോലെ നമ്മൾ ബൈബിളിലേക്ക് ഏതെടുത്ത് നോക്കിയാലും ഈശോയെപ്പറ്റി വ്യാഖ്യാനിക്കാത്ത സന്ദർഭങ്ങളില്ലായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു മറുപടി കൊണ്ട്, ഒരൊറ്റ വാക്കുകൊണ്ട് ഈശോ അത് അതിജീവിച്ചു. പാപിനിയായ സ്ത്രീയെയും കൊണ്ട് വന്നു, കല്ലെറിയണം, ഒക്കെ നിങ്ങൾ കല്ലെറിഞ്ഞു, പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്ത ഒരാൾ ആദ്യം കല്ലെറിയുക. അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേയൊക്കെ ഈ അഭിവാദ്യങ്ങളിൽ നമുക്ക് ചുമ്മാ മറന്നങ്ങ് പോകാൻ സാധിക്കും. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 52 വർഷമായെന്ന് തോന്നുന്നു, പിതാവ് മിയാവോ രൂപതയിലെത്തിയിട്ട്. അപ്പം അന്ന് പിതാവിനൊരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? ദൈവരാജ്യത്തെ പ്രഘോഷിക്കലാണല്ലോ. പിതാവിൻ്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം എത്താനുണ്ടോ? അതിനെക്കുറിച്ച് പിതാവിന് എന്താണ് അഭിപ്രായം? നമ്മുടെ ലക്ഷ്യങ്ങൾ ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. 1992 വരെ നമുക്കെങ്ങനെയെങ്കിലും അവിടെ പോയി ആളുകളുടെ ഇടയിൽ താമസിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് സാധിച്ചു. ജൂൺ 1992 അവിടുത്തെ ആദ്യത്തെ സ്കൂൾ തുടങ്ങി. അതുപോലെ ആ വർഷം തന്നെ മദർ തെരേസ സിസ്റ്റേഴ്സ് വന്നു. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത പരിപാടികളായിരുന്നു. അപ്പോൾ അന്ന് ഉടനെ തന്നെ അവിടെ ഈ ആലപ്പുഴയല്ലാതെ നല്ലൊരു പള്ളി പണിയണം, വലിയൊരു പള്ളി പണിയണമെന്ന് ആൾക്കാർക്ക് തോന്നി. അത് പണിതു. അതിനുള്ള ഒരു സാമ്പത്തിക സഹായമൊക്കെ അവരിൽ നിന്ന് അവർക്ക് പറ്റുന്നൊക്കെ അവർ തന്നു. അതുപോലെ പല സ്ഥലത്തു നിന്നുമായിട്ട് സഹായമൊക്കെ എടുത്ത് അവിടുത്തെ ചില മന്ത്രിമാരും ഒക്കെ എല്ലാവരും സഹായിച്ചു. അങ്ങനെ അത് പണിതു. അതിനുശേഷം ഒരു 60% കംപ്ലീറ്റ് ആയപ്പോൾ അടുത്ത ആൾക്കാരുടെ മീറ്റിങ്ങിൽ തീരുമാനിച്ചു, നമുക്ക് ഈ പള്ളിയുടെ കൂദാശ ചെയ്യുമ്പോൾ ഒരു VIP വേണ്ട, പക്ഷേ മദർ തെരേസ വേണം. കാരണം നമ്മുടെ സഭ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിശുദ്ധയായ ഒരാളെയാണ് വേണ്ടത്, അല്ലാതെ ചുമ്മാ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും വന്നിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അവരാരെയും വിളിക്കത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും മദർ തെരേസയെ വിളിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കൽക്കട്ടയ്ക്ക് പോയി മദറിനെ കണ്ടു, മദറിനോട് സംസാരിച്ചു. അപ്പോൾ മദർ പറഞ്ഞു, ഓക്കെ, ഞാൻ എൻ്റെ ഡയറിയിൽ നോക്കിയപ്പോൾ ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 അമേരിക്കയിലെ ഡെൻവറിൽ വേൾഡ് യൂത്ത് ഡേ നടക്കുന്ന സമയമാണ്. അതുപോലെ മദർ അതിന് പോകാമെന്ന് പോപ്പിനോട് പോലും വാക്ക് കൊടുത്തിരുന്നതാണ്. പക്ഷേ പുള്ളിക്കാരത്തി ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ അരുണാചലിൻ്റെ ഈ വേൾഡ് യൂത്ത് ഡേ ക്യാൻസൽ ചെയ്താൽ എനിക്ക് അരുണാചലിൽ വരാനുള്ള പെർമിഷൻ കിട്ടുമോ എന്ന് ഉറപ്പാണോ? ഞാൻ കഴിഞ്ഞ 25 കൊല്ലം നോക്കിയിട്ട് ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി മദർ പേടിക്കണ്ട, ഇത് ആൾക്കാരുടെ കാര്യമാണ്. അതുകൊണ്ട് മദർ അതൊന്ന് ക്യാൻസൽ ചെയ്താൽ ഇത് തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ ഉടനെ പുള്ളിക്കാരത്തി അത് ഡെൻവർ ക്യാൻസൽ ചെയ്ത് അരുണാചലിനാക്കി. അങ്ങനെ 31-ാം തീയതി വന്നു. 1, 2 അവിടെ താമസിച്ച് 2-ാം തീയതി രാവിലെ പള്ളിയുടെ ബ്ലെസ്സിങ് നടന്നു. എന്നിട്ട് മദർ തെരേസ തിരിച്ചു പോയി. അതായിരുന്നു. അപ്പോൾ അതോടുകൂടി ആൾക്കാർക്ക് അതിൽ കൂടുതൽ ആവശ്യമായി. ഇപ്പോൾ ഈ 2 ദിവസം ഇതൊരു ഗ്രാമമാണ്, നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റാത്ത പോലെ ദൂരത്തിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെ 1-ാം തീയതിയും 2-ാം തീയതിയും 5000 ആൾക്കാരാണ് അവിടെ ക്യാമ്പ് ചെയ്തത്. അങ്ങനെ സാധിച്ചു. 5000 പേർ ഓരോ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരോടും കൂടി താമസിച്ച് 2 രാത്രി അവിടെ ചെലവഴിച്ചു. ഇത്രയും പേരുള്ളപ്പോൾ MLA-മാരും മന്ത്രിമാരും ഒക്കെ മദറിനെ കാണാനായിട്ട് നല്ലൊരു ശതമാനം പേര് അന്ന് അവിടെ വന്നു, കണ്ടങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഏറ്റവും വലിയൊരു കൺസേൺ ഞാൻ ആൾക്കാരോട് പറയുന്നത്, നമ്മളിപ്പോൾ വലിയൊരു പള്ളി പണിത് അതിൻ്റെ കൂദാശ ചെയ്ത് നമ്മളങ്ങ് മാറിക്കഴിയുമ്പം ഒരു ഭൂമി കുലുങ്ങിയാൽ അതങ്ങ് പോകും. പക്ഷെ അതിന് പകരം നമുക്ക് 100 കുട്ടികൾ വിദ്യാഭ്യാസമുള്ളവരുണ്ടെങ്കിൽ ഈ പള്ളി പോയാലും നമുക്കിതിലും മെച്ചമായിട്ട് ഒരെണ്ണം 10 വർഷം കഴിയുമ്പോൾ പണിയാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ മനസ്സിലാണ്, അല്ലെ ഹൃദയങ്ങളിലാണ് ആദ്യം പള്ളി പണിയേണ്ടത്. അതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരാണ് ഈ സഭ എന്നുള്ളത് ആ ബോധ്യം അവർക്കുണ്ടാകണം. അതാണ് ഇപ്പോൾ ഈ സിനഡ് തന്നെ, സിനഡാലിറ്റിയെ പറ്റിയുള്ള സിനഡ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നടത്തുന്നത് ഞങ്ങളാണ്. ജനുവരി 6 മുതൽ 10 വരെ ഞങ്ങളുടെ സിനഡ് ഉണ്ടായിരുന്നു. അതിൽ 80% ആൾക്കാർ ഈ അൽമീറായിരുന്നു. അച്ഛന്മാരും കന്യാസികളും 20% മാത്രം. അതിൻ്റെ അന്നത്തെ തീരുമാനങ്ങൾ ഞങ്ങൾ ഓൾറെഡി അടിച്ച് ബുക്കായിട്ട് ഈസ്റ്ററിൻ്റെ സമയത്ത് എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഇനി അവർ ഓരോ ഭാഷയിലേക്കും ആക്കി അവർ തന്നെ അവരുടെ പള്ളികളിൽ
അതേപ്പറ്റി പഠിച്ച് ഇത് ഇങ്ങനെ മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇപ്പം കൃത്യം നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഓരോ ദിവസവും ഓരോ പുതിയ പദ്ധതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കോളേജ്, എനിക്കൊരു കോളേജ് തുറക്കുന്നതിനെ പറ്റി യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ചില നേതാക്കന്മാർ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ വന്നപ്പോഴും, ഈ നേതാക്കന്മാർ വന്നപ്പോഴും, ഒരാളൊരു കാത്തലിക്കായിരുന്നു, ഒരാളൊരു ഹിന്ദു ആയിരുന്നു, ഒരാളൊരു ബുദ്ധിസ്റ്റ് ആയിരുന്നു, ഒരാൾ പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. ഈ 4 പേരൂടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബിഷപ്പ് നമുക്കിനി സ്കൂളൊക്കെ മതി, ഇനി നമുക്കൊരു കോളേജ് വേണം. അതിനെന്ത്? നമ്മൾ ആ കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ആശുപത്രി നടക്കുന്നു. ഇതൊക്കെ ഒരു സപ്പോർട്ട് ബേസ് ആയിട്ട്, അത് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ടല്ല. ഇത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ ഒരു മുട്ടായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും മാറാതെ, അതായത് ജനങ്ങൾ സഭയാകണം. നമ്മൾ ആരും നാളെ അവിടെ ഇല്ലെങ്കിലും ഈ സഭ മുമ്പോട്ട് പോകണം എന്നുള്ള ഇതാണ് ഇന്നത്തെ ഒരു ലക്ഷ്യം മാത്രം. ബാക്കിയെല്ലാം അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ അച്ഛന്മാരോടും പറയുന്നുണ്ട്, ആൾക്കാരോടും പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് കടമെടുക്കേണ്ടി വന്നാൽ അതിനെപ്പറ്റി നമ്മൾ കടമെടുക്കും. പക്ഷേ ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അതങ്ങനെ അങ്ങ് പോകുന്നു. വാസ്തവത്തിൽ അത്രയും അവിടെ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് ചെല്ലാൻ പറ്റിയത് അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ഒരു സംസ്കാരത്തെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടായിരിക്കാം അല്ലേ? നമ്മൾ അവരോടൊന്നിച്ച് ജീവിക്കുന്നു. പിതാവിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു, റിസർച്ച് വർക്ക് തന്നെ ആ ഒരു വിഷയത്തിലാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ട്രൈബുകളുടെ വിശ്വാസത്തെ പറ്റിയാണ് ഞാൻ എൻ്റെ PhD റിസർച്ച് ചെയ്തത്. അപ്പോൾ പ്രവർത്തനങ്ങളിലും ആ ഒരു മനോഭാവമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ അവർ എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് വേണ്ടത്, നമുക്കത് അതുകൊണ്ട് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന സമയത്ത് പുസ്തകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരോട് ചോദ്യം ചോദിച്ചറിയാതെ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കണ്ട് അതിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ തീസിസ് കംപ്ലീറ്റ് ആക്കാൻ. അങ്ങനെ എനിക്ക് 2 ട്രൈബിനെ പറ്റി പഠിക്കാൻ പറ്റി. അത് വലിയൊരു ഹെൽപ്പായിട്ട് മാറി. പിതാവ് ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് അതുകൊണ്ട്? അത് ധാരാളം കുട്ടികൾ പഠിക്കാനായിട്ട് ഷില്ലോങ്ങിലും മണിപ്പൂരിലും നാഗാലാൻഡിലും ആസാമിലും പോകുമായിരുന്നു. പക്ഷേ ഓരോ സ്കൂളും അവിടുത്തെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം കാര്യമായിട്ട്. ഇങ്ങനെ 1-2 പേർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് ഇവർക്ക് ഫീസ് കൊടുക്കാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് അന്നത്തെ ഡിബ്രുഗറിലെ ബിഷപ്പ്, അരുണാചലിൽ ആദ്യത്തെ കോണ്ടാക്റ്റ് വെച്ചത് ബിഷപ്പ് തോമസ് മേനാമ്പറമ്പിലാണ്. അദ്ദേഹം ബിഷപ്പ് ആകുന്നതിന് മുമ്പ് തന്നെ ഷില്ലോങ്ങിൽ വെച്ച് ആദ്യത്തെ കോണ്ടാക്റ്റ് ബുർദൂരിയ എന്ന ഒരു ഗ്രാമത്തിലെ ഒരു തലവൻ അല്ലെങ്കിൽ രാജാവെന്ന് പറയാം, വാങ്ലറ്റ് ലോങ്ച എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് വെച്ചാണ് ഇത് എല്ലാം ആരംഭിച്ചത്. അത് കഴിഞ്ഞാണ് ഈ ഫാദർ തോമസ് മേനാമ്പറമ്പിൽ ഡിബ്രുഗറിലെ ബിഷപ്പാകുന്നത്. അരുണാചലിൻ്റെ പകുതി, അതായത് ഇപ്പോഴത്തെ മ്യാവ് രൂപത ഡിബ്രുഗറിൻ്റെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം അന്ന്. അതുപോലെ തന്നെ അന്ന് ഡോൺ ബോസ്കോയുടെ പ്രൊവിൻഷ്യലായിരുന്ന മാത്യു പുളിങ്ങത്തിൽ ഇവർ 2 പേരോട് തീരുമാനിച്ചാണ് നമ്മളിങ്ങനെ 5-6 കുട്ടികളെ ഒരു സ്കൂളിൽ വിടുന്നതിന് പകരം എല്ലാവരെയും കൂടി ഒരിടത്ത് നിർത്തി പഠിപ്പിക്കാമെന്ന് വെച്ച് ടിൻസുക്ക എന്ന് പറഞ്ഞ വലിയൊരു പട്ടണമാണ്, അവിടെ ഈ ബൈബിൾ സ്കൂളും തുടങ്ങിയത്. ബൈബിൾ സ്കൂളിൽ നിന്ന് പേരിടാൻ കാരണം നമ്മൾ ബൈബിൾ സ്കൂളാക്കിയാൽ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ അങ്ങോട്ട് വരത്തുള്ളൂ. അതുപോലെ എല്ലാ ക്ലാസ്സിലും ആദ്യത്തെ പീരീഡ് ബൈബിൾ തന്നെയായിരുന്നു. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് ആ സ്കൂളിൽ കൂടെ പാസ്സായ എല്ലാവരും ബൈബിളിൻ്റെ സകല പുസ്തകവും പഠിച്ച് അതിനെപ്പറ്റി നല്ലപോലെ ഒരു പരീക്ഷയും എഴുതിയിട്ടേ അവർ പത്രം എഴുതി. എല്ലാ രൂപതകൾക്കും ഒന്ന് സ്വീകരിക്കാവുന്ന ഒന്നാണല്ലേ ബൈബിൾ സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ്? തീർച്ചയായിട്ടും അത് വളരെ സക്സസ് ആയിട്ട് ഇന്നിപ്പം ഒരു ലെവലിലുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ പഠിച്ചിട്ട് പോയവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളോടൊരു ആഭിമുഖ്യവും അവർക്കുണ്ടാവും. ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ഒരു 15 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ ഇന്നർ ലൈൻ പെർമിറ്റ് ഇന്നും ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. ഇത് ഉറച്ച് നമുക്ക് പറയാം, ഇത് നമ്മൾ ഇന്ത്യയിൽ ഈ വളരെ ഒരു ഇഷ്യൂ ആക്കി വെച്ചിരിക്കുന്ന ഈ കൺവേർഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് ആൾക്കാർ തന്നെ അവർ നല്ലതെന്തോ കണ്ടു, അതവർ സ്വീകരിച്ചു. അതിൽ നിന്ന് അവരെ പിന്തിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതാണ് എൻ്റെ സത്യം. ഇത് ആൾക്കാർ ഇങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ
പൂജ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവസാനം പക്ഷേ അതിൽ യാതൊരു ഇതും അവർക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ലായിരുന്നു, നഷ്ടം മാത്രം. അതായത് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പം ഇതിൻ്റെ പൂജാരിയുടെ അടുത്ത് പോകണം. അപ്പോൾ ആ പൂജാരി ഒന്നുമില്ല ഒരു പന്നി അല്ലെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ അവർക്ക് 10,000-70,000 രൂപ വിലയുള്ള ഒരു മിഥുൻ എന്ന് പറഞ്ഞൊരു ജന്തുവുണ്ട്. അതൊരു പോത്തിനേക്കാളും വലുതാണ്. ഒരു കണ്ടാൽ ഒരു പോത്തിനെ പോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ കൊമ്പ് വണ്ടയ്ക്ക് ഇങ്ങനെ വളയത്തില്ല, നേരെ ഇരിക്കുന്ന കൊമ്പാണ്. 300-350 കിലോ വരെ ഇറച്ചിയുള്ള ഒരു സാധനം. ചിലപ്പോൾ അതിനെ അവർക്ക് പൂജയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊന്നുമില്ല. പിന്നെ അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഏറ്റവും അവർക്ക് താല്പര്യമുള്ള കാര്യം ഇതാണ്, അതായത് നമ്മൾ അവരെ നമ്മുടെ ഈക്വലായിട്ട് കാണുന്നു. അവർക്ക് നമ്മുടെ അടുത്ത് സകല സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇവർക്ക് ഏറ്റവും പറ്റിയ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതാണ് നമുക്ക് സഭയ്ക്ക് ഇത്രയൊരു വളർച്ച അവിടെ ഉണ്ടാകുന്നതിന് കാരണമായത്. പിതാവിൻ്റെ ഒരു ആദർശവാക്യം എന്ന് പറയാൻ രൂപതയുടേതായിട്ട് അല്ലെങ്കിൽ പിതാവിൻ്റെ ആയിട്ട് ഒരു ആദർശവാക്യം സ്വീകരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷിലാണ് പറയുന്നത്, ദൈ കിങ്ഡം കം, അതായത് നിന്റെ രാജ്യം വരണം. അതുപോലെ ഇപ്പോൾ രൂപത വന്ന പിന്നെ 1999 ഈ 2000 പിറക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇന്ത്യയല്ല ഈ ഏഷ്യ മുഴുവൻ ഒത്തിരി പഠനങ്ങൾ നടത്തി 2000-ലെ അതായത് ഈ പുതിയ നൂറ്റാണ്ടിലെ ഏറ്റവും ആദ്യത്തെ സൂര്യപ്രകാശം എവിടെയായിരിക്കുമെന്ന്. അപ്പം അത് അങ്ങനെ അവരെല്ലാം തപ്പി അവസാനം അവർ വന്നത് ഈ മ്യാവ് രൂപതയിലുള്ള ഒരു ഗ്രാമത്തിലാണ്. അതാണ് ഉദയസൂര്യൻ്റെ നാട് അറിയപ്പെടാൻ കാരണം. അപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിലാണ് ഏറ്റവും ആദ്യമേ 2000-ലെ ആദ്യത്തെ സൂര്യപ്രകാശം കാണുന്നത്. സൂര്യൻ്റെ നാടായതുകൊണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് രൂപത ലൈറ്റിനോട് ബന്ധപ്പെട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കത്തീഡ്രൽ ക്രിസ്ത്യോത്തി ഷ്രൈൻ അല്ലെങ്കിൽ ക്രൈസ്ത ലൈറ്റ് ഷ്രൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ അവിടെ മ്യാവിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്കൂളും ക്രൈസ്ത ലൈറ്റ് സ്കൂളാണ്. പറഞ്ഞ ഗ്രാമം മ്യാവ് രൂപതയിലാണ്, ചൈനയിലേക്ക് പോകുന്ന വഴിക്ക. പിതാവെ, വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു പിതാവിനോടൊപ്പം ആയിരുന്ന ഈ നിമിഷങ്ങൾ. അരുണാചൽ പ്രദേശിലെ മിയാവോ രൂപതയിൽ ഞങ്ങളിപ്പോൾ ആയിരുന്നതുപോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ആ രൂപതയിലെത്തി ഇത്രയേറെ അത്ഭുതകരമായ രീതിയിൽ വിശ്വാസ തീഷ്ണതയോടുകൂടി സഭാപ്രവർത്തനത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പിതാവിന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാ ആശംസകളും നന്ദിയുമാണ് അറിയിക്കുവാനുള്ളത്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് അഭികാമ്യമായത് ഇനിയും ചെയ്യാൻ പിതാവിന് ഈശോ മിശിഹ എല്ലാ കൃപാവരവും നൽകട്ടെ എന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരോടുമൊപ്പം ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവേ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇപ്പോൾ നിങ്ങളിത് കേട്ടപ്പോൾ മ്യാവുവിലായി എന്നൊരു തോന്നൽ വന്നു എന്ന് കേട്ടു. എന്നാൽ അങ്ങനെ കേൾക്കാതെ അവിടെ വന്ന് കാണുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.